നമസ്കാരം. ഞാൻ നന്ദു രവീന്ദ്രൻ, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. ക്ഷമിക്കണം, ഞാൻ ഫേസ്ബുക്കിൽ 1-2 പോസ്റ്റുകൾ ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ക്ലാസ് തുടങ്ങിയ കാര്യം ഓർമ്മിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്നെപ്പോലെ ഫേസ്ബുക്കിൽ വെറുതെ സമയം കളഞ്ഞ് ലൈക്ക് അടിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. പുള്ളിക്കാരുടെ പേര് സുമ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 61 എടുത്താൽ ഈ ഒരു പാഠം കാണാം. 100 likes. Suma was right on time for her evening train. She sat at the window seat. The seat opposite to hers was empty. Her head was bowed down as she was looking at her phone. Her fingers moved rapidly, typing out messages. After replying to WhatsApp messages from various friends, she opened Facebook. Pictures and recent posts appeared on the screen. അപ്പോൾ നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ നായിക സുമ ആ വൈകുന്നേരം കറക്റ്റ് സമയത്ത് ട്രെയിനിൽ സീറ്റ് പിടിച്ചു. ഒരു വിൻഡോ സീറ്റാണ് സുമ കണ്ടെത്തിയത്. സുമയുടെ മുൻപിലൊന്നും ആരുമില്ല. ട്രെയിൻ എംപ്റ്റി ആണ്. അതായത് ആളൊഴിഞ്ഞ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മുടെ സുമ ഇരിക്കുവാണ്. സുമയുടെ ഹെഡ് എങ്ങനെയാണ്, തല എങ്ങനെയാണ്? ബൗ ഡൗൺ, അതായത് തല കുനിച്ചു വെച്ചിരിക്കുവാണ്. കാരണം എന്താണ്? സുമയുടെ കയ്യില് മൊബൈൽ ഫോൺ ഉണ്ട്. സുമ ആദ്യം വാട്സാപ്പിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു. അവിടെ നിന്ന് നേരെ ഫേസ്ബുക്കിലേക്ക് കയറിയിരിക്കുകയാണ് കുറച്ച് പുതിയ പോസ്റ്റുകളെല്ലാം ലൈക്ക് അടിക്കാനായിട്ട്. Her cousin Manju had posted a picture of her hugging her 3-year-old son. She had also added a description. Hugging is a silent way of saying you are important to me. Suma touched the like button lightly on the screen of her phone. സുമ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തപ്പോൾ കണ്ട പോസ്റ്റ് ആരുടേതായിരുന്നു? ഹെർ കസിൻ, അവളുടെ കസിന്റെ പോസ്റ്റാണ് കണ്ടത്. അതിലെന്തായിരുന്നു പിക്ചർ? കസിൻ ആയ മഞ്ജു അവളുടെ 3 വയസ്സുള്ള മകനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിന്റെ താഴെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: ഹഗ്ഗിംഗ് ഇസ് എ സൈലന്റ് വേ ഓഫ് സേയിങ് യു ആർ ഇമ്പോർട്ടന്റ് ടു മീ. അതായത് ആലിംഗനം എന്ന് പറയുന്നത് നിശബ്ദമായി പറയാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. എന്തു പറയാൻ? നീ എനിക്ക് വേണ്ടപ്പെട്ടതാണ്. സുമ ഉടനെ എന്ത് ചെയ്തു? ആ പോസ്റ്റിന് ഒരു ലൈക്ക് കൊടുത്തു. നമ്മളും സുമയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് ഒരു ഐഡിയ കിട്ടി കാണും. The train started slowing down at Paravur. A small crowd of people got off and another group boarded the train. Still, the seat opposite to hers remained empty. അങ്ങനെ ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്ത് പരവൂർ എത്തി. പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ അങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ആ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആൻഡ് അനദർ ഗ്രൂപ്പ് ബോർഡഡ്, അതായത് കുറച്ച് ആൾക്കാർ ആ ട്രെയിനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോഴും സുമയുടെ ഓപ്പോസിറ്റ് സീറ്റ് എങ്ങനെയാണ്? എംപ്റ്റി ആണ്. അവിടെ ആരും ഇടം പിടിച്ചിട്ടില്ല. Lakshmi Manoj, who she did not know, had shared a picture of APJ Abdul Kalam with a quotation. It said, "Accept your past without regret. Handle your present with confidence. Face your future without fear." Suma touched like again. ദേ വരുന്നു അടുത്ത പോസ്റ്റ്. അടുത്ത പോസ്റ്റ് ചെയ്തത് ആരാണ്? ലക്ഷ്മി മനോജ്. ഈ ലക്ഷ്മി മനോജ് ആരാണെന്ന് പോലും നമ്മുടെ സുമയ്ക്ക് അറിയില്ല. എങ്ങനെ ഫ്രണ്ടായോ എന്തോ. അപ്പോൾ ലക്ഷ്മി മനോജ് പക്ഷെ ഒരു നല്ല പോസ്റ്റാണ് ഇട്ടത്. ആരുടേതാണ്? നമ്മളേവരും സ്നേഹിക്കുന്ന APJ അബ്ദുൽ കലാമിന്റെ പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്:
അക്സെപ്റ്റ് യുവർ പാസ്റ്റ് വിത്തൗട്ട് റിഗ്രറ്റ്. അതായത് നിങ്ങളുടെ പാസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തെ വിഷമങ്ങളൊന്നും തോന്നാതെ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. എന്തായാലും നടന്നത് നടന്നു. ഹാൻഡിൽ യുവർ പ്രസന്റ് വിത്ത് കോൺഫിഡൻസ്. അതായത് ആത്മവിശ്വാസത്തോടു കൂടി ഈ വർത്തമാനകാലത്തെ ഹാൻഡിൽ ചെയ്യുക. അവസാനമായി ഫേസ് യുവർ ഫ്യൂച്ചർ വിത്തൗട്ട് ഫിയർ. നിങ്ങളുടെ ഭാവിയെ നേരിടുക. എങ്ങനെ? ഭയമില്ലാതെ. സുമ അതിനും ലൈക്ക് കൊടുത്തു. The train picked up speed again. It was still very early in the evening and the train was not yet crowded. Nobody talked. Everyone was busy with their phones. The train picked up speed again. അതായത് ട്രെയിൻ വീണ്ടും ആ സ്റ്റേഷനിൽ നിന്നും എടുത്തു നല്ല വേഗത്തിൽ റൺ ചെയ്യുവാണ്. അപ്പോഴും ട്രെയിനിൽ തിരക്കൊന്നുമില്ല. ഒപ്പം ആരും സംസാരിക്കുന്നില്ല. എങ്ങനെ സംസാരിക്കും? എല്ലാവരുടെ കയ്യിലും മൊബൈലല്ലേ, അതിൽ കുത്തി 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 ഇരിക്കുമല്ലേ, പിന്നെ ആരോട് സംസാരിക്കാനാണ്? Her friend Mubina had put a funny post on friendship. It said, "The greatest healing therapy is friendship and love." Suma touched like again. ഈ സുമയ്ക്ക് പോസ്റ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ലൈക്ക് അടിക്കാൻ. അടുത്ത പോസ്റ്റ് വന്നു. ഇത്തവണ പോസ്റ്റ് ഇട്ടത് മുബീനയാണ്. മുബീനയുടെ പോസ്റ്റ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചായിരുന്നു. പുള്ളിക്കാരി എന്താ പറഞ്ഞേ? ദ ഗ്രേറ്റസ്റ്റ് ഹീലിംഗ് തെറാപ്പി ഈസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. ഹീലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സ. അതായത് നമ്മുടെ വിഷമങ്ങളെല്ലാം ചികിത്സിക്കാൻ പറ്റുന്ന രണ്ട് മാർഗങ്ങൾ. ഒന്ന് ഫ്രണ്ട്ഷിപ്പ്, മറ്റൊന്ന് ലവ്. സൗഹൃദവും പ്രണയവും ഉണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു പ്രശ്നവും പരിഹരിക്കാമെന്നാണ് മുബീനയുടെ ഒരു അഭിപ്രായം. സുമ ലൈക്ക് എടുത്തിട്ടുണ്ട്. Outside the sun was still shining brightly. Still Suma did not move from her window seat. She continued looking at her phone screen. Her husband's brother had posted the image of someone helping a poor man. The poor man was smiling back at the stranger. The words under the picture said, "Be the reason someone smiles today." Suma touched like. നല്ല കട്ടയ്ക്ക് വെയിലടിക്കുകയാണേ. എന്നിട്ടും സുമ ആ സൈഡ് സീറ്റിൽ നിന്ന് മാറുന്നില്ല. ആ വെയിലടിക്കുന്നത് പോലും സുമ ഒരുപക്ഷെ അറിഞ്ഞു കാണത്തില്ല. അത്രമാത്രം ഫോണിൽ മുഴുകിയിരിക്കുകയാണ് നമ്മുടെ സുമ. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുമ അടുത്ത പോസ്റ്റ് കണ്ടത്. ഈ പോസ്റ്റ് ആരുടേതായിരുന്നു? ഹർ ഹസ്ബൻഡ്സ് ബ്രദർ. അവളുടെ ഹസ്ബൻഡിന്റെ ബ്രദർ, ഭർത്താവിന്റെ സഹോദരൻ ഇട്ട ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്താണ് പിക്ചർ? ഏതോ ഒരാള് ഒരു പുവർ മാനെ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ പുവർ മാൻ, ആ പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യുവാണ്? ഈ സ്ട്രേഞ്ചറിനെ നോക്കി ചിരിക്കുകയാണ്. സ്ട്രേഞ്ചർ എന്നാൽ അപരിചിതൻ. ഈ പരിചയമില്ലാതെ ഒരാള് വന്ന് എന്നെ രക്ഷിച്ചല്ലോ എന്നാലോചിച്ച് അയാളെ നോക്കി ചിരിക്കുവാണ്. ഇതിനും കൊടുത്ത് സുമ ലൈക്ക്. കാരണം അതിലേറെ നല്ലൊരു ക്യാപ്ഷൻ കൂടെ അതിലുണ്ടായിരുന്നു. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: "ബി ദ റീസൺ സംവൺ സ്മൈൽസ് ടുഡേ." മറ്റുള്ള ഒരാള്, അയാൾ ചിരിക്കാനുള്ള ഒരു കാരണം നമ്മളായി മാറട്ടെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നർത്ഥം വരുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ സുമയുടെ ഹസ്ബൻഡിന്റെ ബ്രദർ ഷെയർ ചെയ്തത്. സുമ അതിനും കൊടുത്തു ലൈക്ക്. The train started slowing down at Varkala. An old woman boarded the train. She was struggling to put her heavy bag under the train seat. She lost her balance twice and finally sat down in the seat opposite Suma. Suma did not look up from her phone screen. She was scrolling down her Facebook page, looking for something interesting. അപ്പോൾ ട്രെയിൻ എവിടെ എത്തി? വർക്കല. ട്രെയിൻ വർക്കല എത്തിയപ്പോൾ ഒരാള് കയറി.
സുമയുടെ അടുത്തേക്ക് കയറി വന്നു. ആരാണ്? ആൻ ഓൾഡ് വുമൺ. ഷീ വാസ് സ്ട്രഗിളിംഗ് ടു പുട്ട് ഹെർ ബാഗ് അണ്ടർ ദ സീറ്റ്. ആ സ്ത്രീ, ആ വയസ്സായ സ്ത്രീ തന്റെ ബാഗ് സീറ്റിനടിയിൽ വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഷീ ലോസ്റ്റ് ഹെർ ബാലൻസ് ട്വൈസ്. അതായത് 2 പ്രാവശ്യം ബാലൻസ് തെറ്റി, അതായത് വീഴാൻ പോയി 2 പ്രാവശ്യം. പ്രായമായൊരു സ്ത്രീയല്ലേ. പക്ഷെ നമ്മുടെ സുമ തല ഇതുവരെ ഉയർത്തിപ്പോലും ഒന്നും നോക്കിയില്ല. കാരണം സുമ ഫേസ്ബുക്കില് പുതിയ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റുകൾ കാണാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ വെറ്റിലയില് ചുണ്ണാമ്പ് തേക്കും പോലെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം, ഞാനാണോ ആ സുമ എന്ന്. ഓക്കെ. The old woman started coughing. She took a water bottle from the bag under the seat with difficulty. Suma was sad. She was looking at the image of a woman in the street begging for food. One of her old school friends had shared it on Facebook. She touched like again. ഇതുപോലെ ആ ഓൾഡ് വുമൺ എന്ത് ചെയ്തു? കോഫ് ചെയ്തു. ചുമയ്ക്കുന്നതിനെയാണ് കോഫ് എന്ന് പറയുന്നത്. COUGH. അത് ഞാൻ പറയാൻ കാരണം പലരും കഫ് കഫ് എന്ന് പറയാറുണ്ട്, കഫ് സിറപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. സോ ആ ഓൾഡ് വുമൺ കോഫ് ചെയ്യുവാണ്. നമ്മുടെ സുമ വളരെ വിഷമത്തിലായി. ഇത് കണ്ടിട്ടാണോ? ഒരിക്കലും അല്ല. സുമ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് സുമയ്ക്ക് വിഷമമായത്. ഒരു വയസ്സായ സ്ത്രീ ഒരു സ്ട്രീറ്റിൽ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഒരു പോസ്റ്റാണ് കണ്ടത് നമ്മുടെ സുമ. അതിനും സുമ ലൈക്ക് കൊടുത്തു. The old woman in the opposite seat looked at her helplessly. She needed help to open the bottle. Suma did not see the old woman. Her fingers kept searching for more posts she could like. ആ ചുമച്ച ആ ഓൾഡ് വുമൺ, ആ വയസ്സായ സ്ത്രീ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ബോട്ടിൽ കയ്യിലെടുത്തത് വെള്ളം കുടിക്കാനായിട്ട്. എന്നാൽ പാവത്തിന് ആ ബോട്ടിൽ തുറക്കാൻ പറ്റുന്നില്ല. ഷീസ് ഹെൽപ്ലെസ്. ആരെങ്കിലും സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നോക്കുവാണ്. ആദ്യം നോക്കിയത് ആരെ തന്നെയാണ്? മുന്നിലിരിക്കുന്ന സുമയെ. പക്ഷെ സുമ ഇതൊന്നും അറിയുന്നില്ല. മറ്റുള്ള പോസ്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട്, അതിന് ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നന്മപരമായ നമ്മുടെ സുമ ഫേസ്ബുക്ക് വീണ്ടും സ്ക്രോൾ ചെയ്തിരിക്കുവാണ്. ഈ ഒരു കഥ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് ഇതൊരു നല്ല ഒരു ട്രോളാണെന്നാണ്. ഞാനടക്കമുള്ള യുവതലമുറ മറ്റുള്ളവരെ സഹായിക്കാതെ, നമ്മുടെ മുന്നിലുള്ളവരെ സഹായിക്കാതെ ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കുക, എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന്.